ചേർത്തല പള്ളിപ്പുറം സ്ത്രീ തിരോധാന കേസിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. പ്രതിയായ സെബാസ്റ്റ്യന്റെ ഭാര്യയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. സുഹൃത്ത് റോസമ്മയെ ആലപ്പുഴ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ സംയുക്തമായി ചോദ്യം ചെയ്യും. കസ്റ്റഡിയിൽ വാങ്ങിയ സെബാസ്റ്റ്യനെ വിശദമായി ചോദ്യം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ നിസ്സഹകരണമാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള പരിശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച്. ഇതിന്റെ ഭാഗമായി സെബാസ്റ്റ്യന്റെ ഭാര്യയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചുവരുത്തി വിശദമായി മൊഴിയെടുത്തു. സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള വിവരങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. ബിന്ദു പത്മനാഭനുമായി സെബാസ്റ്റ്യനുണ്ടായിരുന്ന സ്ഥലം ഇടപാടുകൾ സംബന്ധിച്ച ചില വിവരങ്ങൾ അറിയാമെന്നായിരുന്നു ഭാര്യ നൽകിയ മൊഴി. രണ്ടാം തവണയാണ് ഇവരുടെ മൊഴിയെടുക്കുന്നത്. ഐഷയുടെയും സെബാസ്റ്റ്യന്റെയും സുഹൃത്തുക്കളായ റോസമ്മയെ കേന്ദ്രീകരിച്ചും കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. റോസമ്മയ്ക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തും. ആദ്യം അയച്ച ശരീരാവശിഷ്ടങ്ങളുടെ DNA ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം കണ്ടെത്തിയ ക്യാപ്പിട്ട പല്ലാണ് സംശയത്തിന് ഇട നൽകുന്നത്. നിലവിൽ ജൈനമ്മയുടെ ശരീരാവശിഷ്ടങ്ങൾ എന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം. എന്നാൽ ജൈനമ്മയുടെ പല്ലിന് ക്യാപ്പില്ലെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. ഐഷയുടെ ബന്ധുക്കളുടെ DNA സാമ്പിളുകളും കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു. കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ ബിന്ദു പത്മനാഭൻ്റെതാണോ എന്ന് പരിശോധിക്കാൻ സഹോദരൻ പ്രവീണിൻ്റെ DNA സാമ്പിളുകളും ശേഖരിക്കും. വിദേശത്തുള്ള പ്രവീണിനോട് ഉടൻ നാട്ടിലെത്താൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ചും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5 വർഷം മുമ്പ് പ്രവീണിൻ്റെ രക്തസാമ്പിളുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരുന്നു. ഇതിന് കാലപ്പഴക്കമുള്ളതിനാൽ പരിശോധനാ ഫലത്തെ ബാധിക്കും എന്നതിനാലാണ് വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കുന്നത്. അതേസമയം ആലപ്പുഴ ക്രൈംബ്രാഞ്ചും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.